അടുത്ത ടോപ്പിക്ക് ന്യൂമറിക്കൽ ഇൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ഗോസൈൻ ക്വാഡ്രേച്ചർ. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഇൻറ്റഗ്രേഷൻ മെത്തേഡാണ്. അത് നമ്മൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ഫൈനൈറ്റ് എലമെൻറ്റിൽ ഇൻറ്റഗ്രേഷനൊക്കെ ചെയ്യാൻ ഈ ഗോസൈൻ ക്വാഡ്രേച്ചറാണ് ഈ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻറ്റഗ്രേഷൻ മെത്തേഡ് പഠിക്കുന്നത്. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നാലേ സാധനം പിടി കിട്ടത്തുള്ളൂ. പക്ഷെ പിടി കിട്ടിയാൽ ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. A function limit -1 to 1 f of x dx is equal to summation I is equal to 1 to n f of I into f of xi. ഇപ്പം ഇവിടെ നിങ്ങൾക്കറിയാം ഒരു ഫംഗ്ഷൻ തന്നിരിക്കുക, -1 to 1 f of x dx എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിരിക്കുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു അതിനെ നമുക്ക് വേറൊരു രീതിയിൽ കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ സമ്മേഷൻ I is equal to 1 to n wi f of xi. ഇത് ഇൻറ്റഗ്രേഷൻ ചെയ്യാതെ ഇങ്ങനെ ഒരു wi ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ എന്നുള്ള രീതിയിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് അതിൻ്റെ സമ്മേഷൻ ഐ സിക്കൽ 1 to n എന്നുള്ള ഒരു സമ്മേഷൻ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ തന്നെ ഇവിടെയും കിട്ടും. ഇതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഇക്വലൻ ടു സമ്മേഷൻ ഐ സിക്കൽ 1 to n എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി wi f of xi. ഇതിലെ wi എന്നതിനെ പറയുന്ന പേരാണ് വെയ്റ്റ് ഫംഗ്ഷൻ. f of xi എന്ന് പറയുന്നതിനെ പറയുന്ന പേരാണ് വാല്യൂസ് ഓഫ് ഫംഗ്ഷൻ അറ്റ് പ്രീ ഡിറ്റർമിൻഡ് സാമ്പിളിംഗ് പോയിൻറ്റ്സ്. ഇപ്പം n എന്ന് പറയുന്നതാണ് സാമ്പിളിംഗ് പോയിൻറ്റ്സ്. ഇത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. ഞാനൊരു ഫിഗർ വെച്ച് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പം ഈ പറഞ്ഞ ഫംഗ്ഷന് -1 to 1 f of x dx ഇതാണ് നമ്മൾ ഇപ്പോൾ ഡീൽ ചെയ്യുന്ന ആ ഒരു ടോപ്പിക്ക്. ഓക്കെ, അപ്പം നോർമലി നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് ഏരിയ അണ്ടർ ദ കർവാണ് കണ്ടുപിടിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഇത് നോക്കിക്കേ, ഫംഗ്ഷൻ ഇൻറ്റഗ്രൽ a to b f of x dx എന്നുള്ള ഇത് ചെയ്യുമ്പം നമ്മൾ സത്യം പറഞ്ഞാൽ കണ്ടുപിടിക്കുന്നത് f of x എന്ന് പറയുന്ന ഒരു കർവ് ഉണ്ട്. ആ കർവിൻ്റെ താഴെയുള്ള a to b എന്നുള്ള ആ റേഞ്ചിൽ ആ കർവിന് താഴെയുള്ള ഏരിയ ആണ് ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് a തൊട്ട് b വരെയുള്ള റേഞ്ചിൽ ഈ f of x എന്ന് പറയുന്ന കർവിൻ്റെ താഴെയുള്ള ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ മാത്സ് ഇൻറ്റഗ്രേഷനൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള സാധനം. ഓക്കെ, അപ്പം ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. -1 to 1 എയുടെ അവിടെ -1ഉം ബിയുടെ അവിടെ 1ഉം വരുന്ന കേസിൽ f of x എന്ന് പറയുന്ന ഒരു കർവ് ഉണ്ടെങ്കിൽ ആ കർവിൻ്റെ താഴെ വരുന്ന ഏരിയ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. ഇതെന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ദാറ്റ് വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ I is equal to 1 to n wi f of xi. ഇത് ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. റൈറ്റ് സൈഡ് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഇതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കറിയാം f of x എന്ന് പറയുന്ന ഒരു കർവ് ആക്കിയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഒരു കർവ് f of x നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു കർവാണ്. f of x എന്ന് വെച്ചാൽ ഇതൊരു കർവാണ്. അപ്പോൾ ആ ഒരു കർവ് ഞാൻ ഇവിടെ മാറ്റി സെപ്പറേറ്റ് ഒന്ന് വരയ്ക്കുക. എന്നിട്ട് ഈ കർവിനെ ഞാൻ പല ഡിവിഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യുക. മനസ്സിലായോ? ഇപ്പോൾ നോക്കിക്കേ, എത്ര ഡിവിഷൻസ് ഉണ്ട്? a to b എന്നുള്ള പോർഷനിൽ ഈ കർവിനെ ഞാൻ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 1 2 3 4. അപ്പോൾ ഈ 4 ഡിവിഷൻസാണ് നമ്മുടെ സാമ്പിളിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ 4 ഡിവിഷൻസാണ് നമ്മുടെ n എന്ന് പറയുന്ന വാല്യൂ. സോ ഇവിടെ കർവിൻ്റെ അണ്ടറിൽ 4 ഡിവിഷൻസ് ഉണ്ടെങ്കിൽ n is equal to 4 ആണ്. മനസ്സിലായോ? അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 തൊട്ട് ഐയുടെ വാല്യൂ 1 തൊട്ട് n വരെ വേരി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് I is equal to 1, ഇത് I is equal to 2, ഇത് I is equal to 3, ഇത് I is equal to 4. ഇപ്പോൾ കർവിൻ്റെ താഴെ നമ്മൾ അതിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നോ അതാണ് n എന്ന് വെച്ചാൽ സാമ്പിളിംഗ് പോയിൻറ്റ്സ്. ഓക്കെ, wi എന്ന് പറഞ്ഞാൽ ഈ ഓരോ സാമ്പിളിംഗ് പോയിൻറ്റ്സിനും നമ്മൾ ഓരോ വെയ്റ്റ് എന്നുള്ളൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ w1ന് ഒരു വെയ്റ്റ് ഉണ്ട്, w2ന് വേറൊരു വെയ്റ്റ് ഉണ്ട്, w3ക്ക് വേറൊരു വെയ്റ്റ് ഉണ്ട്, w4ന് വേറൊരു വെയ്റ്റ് ഉണ്ട്. സോ ഈ ഓരോ സാമ്പിളിംഗ് പോയിൻറ്റ്സിനും ഓരോ വെയ്റ്റ് ഉണ്ട്. അതാണ് wi കൊണ്ട് ഉദ്ദേശിക്കുന്നത്. f of xi എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ കർവിനെ ആണല്ലോ നമ്മൾ ഈ സാമ്പിളിംഗ് പോയിൻറ്റ്സ് വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഫസ്റ്റ് f of xi എന്ന് വെച്ചാൽ f of x1 എന്ന് വെച്ചാൽ
ഈ ഫസ്റ്റ് സാമ്പിളിംഗ് പോയിന്റിൻ്റെ ഈ കേർവിൻ്റെ ഭാഗം കണ്ടല്ലോ, ഇതാണ് കണ്ടോ, ഇത്രയും പോർഷൻസ് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള പോർഷൻസ്. അപ്പം f(x1) എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് സാമ്പിളിംഗ് ഈ കേർവിൻ്റെ ഫസ്റ്റ് സാമ്പിളിംഗ് പോയിന്റിൻ്റെ ഈ ഒരു ഇത്രയും പോർഷനാണ് f(x1). മനസ്സിലായോ? അപ്പോൾ ഈ ഫുൾ കേർവ് എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് സെഗ്മെൻ്റ് എന്ന് വെച്ചാൽ ഇത്രയും വരും, ഫസ്റ്റ് സെഗ്മെൻ്റ് എന്ന് വെച്ചാൽ ഇത്രയും വരും. ഓക്കെ, അപ്പം f(x1) എന്ന് വെച്ചാൽ ഇത്രയും പോർഷനാണ് f(x1). f(x2) എന്ന് വെച്ചാൽ സെക്കൻഡ് സാമ്പിളിംഗ് പോയിന്റിൻ്റെ ആ കേർവിൻ്റെ ആ ഒരു ഭാഗമാണ് f(x2). മനസ്സിലായോ? f(x2) എന്ന് വെച്ചാൽ സെക്കൻഡ് സാമ്പിളിംഗ് പോയിന്റിൻ്റെ ആ ഒരു കേർവിൻ്റെ ഭാഗമാണ് f(x2). f(x3) എന്ന് വെച്ചാൽ തേർഡ് സാമ്പിളിംഗ് പോയിന്റിൻ്റെ ആ ഒരു കേർവിൻ്റെ ഭാഗമാണ് f(x3). f(x4) എന്ന് വെച്ചാൽ ഫോർത്ത് സാമ്പിളിംഗ് പോയിന്റിലെ കേർവിൻ്റെ ഭാഗമാണ് f(x4). മനസ്സിലായോ? അപ്പം നമുക്ക് ഇങ്ങനെ ആ കേർവിനെ പല ഫങ്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്ത് അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയ്റ്റ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത് എന്നാണ് ഈ ഗോസിൻ ക്വാഡ്രേച്ചർ മെത്തേഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് f(x1) മനസ്സിലായി, f(x2) എന്താണെന്ന് മനസ്സിലായി, f(x3) മനസ്സിലായി, f(x4) മനസ്സിലായി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ വെയ്റ്റ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ വെയ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെയ്റ്റ് W1 ഇപ്പോൾ എത്ര സാമ്പിൾസ് ഉണ്ട്? 1 2 3 4 4 സാമ്പിളുണ്ട്. അപ്പം നമുക്ക് ഇതിപ്പോൾ ഈ കേസിൽ 4 സാമ്പിൾ ആയെന്നേ ഉള്ളൂ, 5 6 സാമ്പിളൊക്കെ ആകാം. ഇതിപ്പോൾ 4 പോർഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തുകൊണ്ട് സാമ്പിളിംഗ് പോയിൻറ്റ്സ് 4 ആയെന്നേ ഉള്ളൂ, അതിൽ കൂടുതലാകാം. ഓക്കെ, അപ്പോൾ ഈ സാമ്പിളിംഗ് പോയിൻറ്റ്സ് അനുസരിച്ചാണ് നമ്മൾ ഈ വെയ്റ്റ്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഫിഗർ നോക്കുവാണെങ്കിൽ ഇതിൽ നമ്പർ ഓഫ് സാമ്പിളിംഗ് പോയിൻറ്റ്സ് 4 എണ്ണമാണുള്ളത്. ഓക്കെ, അപ്പോൾ n = 4, അതുകൊണ്ടാണ് നമ്മൾ n = 4 എന്ന് പറഞ്ഞാണ് ഈ ഒരു ഫിഗറിൻ്റെ കേസിൽ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നമ്പർ ഓഫ് സാമ്പിളിംഗ് പോയിൻറ്റ്സ് എത്ര ഉണ്ടെന്നനുസരിച്ചാണ് നമ്മൾ ഈ W-ൻ്റെ വാല്യൂ നമ്മൾ നിശ്ചയിക്കുന്നത്. അടുത്ത സ്ലൈഡിൽ ഒരു ചാർട്ടുണ്ട്, അതിൽ വെച്ച് പറഞ്ഞുതരാം. ഇഫ് ദ നമ്പർ ഓഫ് സാമ്പിളിംഗ് പോയിൻറ്റ്സ് n = 1 എന്ന് വെച്ചാൽ n 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ എന്ന് വെച്ചാൽ ഈ 4 ഡിവിഷൻസ് അല്ല, ഇതൊരൊറ്റ സെഗ്മെൻറ്റ് മാത്രമായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ n = 1 എന്ന് വെച്ചാൽ ഇത് ഒരൊറ്റ ഡിവിഷനേ ഉള്ളൂ, വേറെ ഒത്തിരി ഡിവിഷൻസ് ഒന്നുമില്ല. n = 1 ആണെങ്കിൽ അവിടെ ഒരൊറ്റ എക്സേ വരത്തുള്ളൂ, f(x1) മാത്രമേ വരത്തുള്ളൂ അല്ലേ. അപ്പോൾ ആ x1 മാത്രം കാണും, ആ x1ൻ്റെ വാല്യൂ 0 ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ x1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള W1 അല്ലേ, ഇവിടെ f(x1) × W1 വരും. അപ്പോൾ ആ W1ൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. മനസ്സിലായോ? അടുത്തത് നമ്പർ ഓഫ് സാമ്പിളിംഗ് പോയിൻറ്റ്സ് 2 എന്ന് വെച്ചാൽ ഇവിടെ നമ്പർ ഓഫ് സാമ്പിൾസ് 4ന് പകരം 2 ആണെങ്കിൽ ഈ ഒരു ഹോൾ കേർവിനെ നമ്മൾ 2 പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമ്പർ ഓഫ് സാമ്പിളിംഗ് പോയിൻറ്റ്സ് 2 ആയിരിക്കും. അപ്പം നമുക്ക് എത്രയൊക്കെ സെഗ്മെൻറ്റ് വരും? x1 വരും, x2 വരും. ഓക്കെ, അപ്പോൾ x1ൻ്റെയും x2ൻ്റെയും വാല്യൂ ഓൾറെഡി ഡിറ്റർമിൻ ചെയ്ത് വെച്ചിരിക്കുക. ഇവർ മാത്തമാറ്റിക്കലായിട്ട് ഇത് ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. സോ x1ൻ്റെയും x2ൻ്റെയും വാല്യൂ വരുന്നത് ±0.5773 എന്ന് വെച്ചാൽ ഈ വലിയ നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് x1 എന്ന് വെച്ചാൽ പ്ലസ് വാല്യൂ ആണ്, x2 എന്ന് വെച്ചാൽ മൈനസ് വാല്യൂ ആണ്. പ്ലസ് ഓർ മൈനസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ x1 ആണ് പ്ലസ് വാല്യൂ, x2 ആണ് മൈനസ് വാല്യൂ. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് x1ഉം x2നും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്ര വാല്യൂസ് വേണം? W1ഉം W2ഉം വരും അല്ലേ. അപ്പോൾ W1ൻ്റെ W2ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അത് 1 ആയിരിക്കും. ഓക്കെ, അടുത്തത് നമ്പർ ഓഫ് സാമ്പിളിംഗ് പോയിൻറ്റ്സ് 3 ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ 4ന് പകരം ഇതിനെ നമ്മൾ 3 ഡിവിഷൻസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ നമ്പർ ഓഫ് സാമ്പിളിംഗ് പോയിൻറ്റ്സ് 3 ആയിരിക്കും. നമ്പർ ഓഫ് സാമ്പിളിംഗ് പോയിൻറ്റ്സ് 3 ആണെങ്കിൽ ഒരു x1 വരും, x2 വരും, x3 വരും. അപ്പം ആ x1ൻ്റെയും x2ൻ്റെയും x3യുടെയും വാല്യൂ ഇവർ എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂ ഇതാണ്. x1ൻ്റെയും x3യുടെയും വാല്യൂ ±0.774 ഈ ഒരു വലിയ നമ്പറാണ്. അപ്പം ഇതിൽ x1 എന്ന് വെച്ചാൽ പോസിറ്റീവ് വാല്യൂ ആണ്, x3 എന്ന് വെച്ചാൽ നെഗറ്റീവ് വാല്യൂ ആണ്, x2ൻ്റെ വാല്യൂ 0 ആണ്. മനസ്സിലായോ? അതുപോലെ തന്നെ
ഇവിടെ ഡബ്ല്യുവിന് 2 വാല്യൂ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ x1നും x3ക്കും കറസ്പോണ്ടിങ് ആയിട്ട് w1ഉം w3യും വരും. ആ w3യുടെ വാല്യൂ ഇതാണ്, 0.555 ആണ്. x2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് w2 ആണ്. w2ൻ്റെ വാല്യൂ 0.888 ആണ്. ഇത് ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ഇവർ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് ഇട്ട് ചെയ്താൽ നമുക്ക് ആ കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. ഏത് പ്രോബ്ലം ആണെങ്കിലും ഈ വാല്യൂസ് ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത നമ്പർ ഓഫ് പോയിന്റ്സ് 4 ആണെങ്കിൽ, നമ്പർ ഓഫ് സാമ്പിളിംഗ് പോയിന്റ്സ് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ 4 സാമ്പിളിംഗ് പോയിന്റ്സ് ആണെങ്കിൽ എത്ര എണ്ണം വരും? x1 വരും, x2 വരും, x3 വരും, x4 വരും അല്ലേ? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് w1, w2, w3, w4 വരും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 4 സാമ്പിളിംഗ് പോയിന്റ്സ് വരുമ്പോഴത്തേക്കും x1ൻ്റെയും x4ൻ്റെയും വാല്യൂ ± 0.8611 ആയിരിക്കും. അതിൽ x1 പോസിറ്റീവ് വാല്യൂവും x4 നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ വെയിറ്റ് w1 w4ൻ്റെ വാല്യൂ 0.347 ഈ ഒരു വാല്യൂ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് x2 x3യുടെ വാല്യൂ ± ഈ വാല്യൂ ആണ്. ഇതിൽ x2 പോസിറ്റീവ് വാല്യൂവും x3 നെഗറ്റീവ് വാല്യൂ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് w2 w3ൻ്റെ വാല്യൂ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ വാല്യൂസ് എടുത്ത് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ടേബിൾ നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടി നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ഇനിയൊന്ന് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ഇവാലുവേറ്റ് -1 to 1 ഇൻ്റഗ്രൽ f(x)ന് പകരം x⁴ + x² എന്നുള്ളതാണ് f(x) dx. ഓക്കെ, ബൈ 3 പോയിന്റ് ഗോസിയൻ ക്വാഡ്രേച്ചർ. 3 പോയിന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇൻ്റഗ്രൽ നമ്മുടെ f(x) എന്നുള്ള ഇൻ്റഗ്രലിൽ നമ്മൾ ഇങ്ങനെ എഴുതുന്നു, -1 to 1 x² + x⁴ + x² dx. ഇതാണ് നമ്മുടെ f(x). അപ്പം ഇവിടെ 3 പോയിന്റ് ഗോസിയൻ ക്വാഡ്രേച്ചർ ചെയ്യാനാണ് പറയുന്നത്. 3 പോയിന്റ് ഗോസിയൻ ക്വാഡ്രേച്ചർ എന്ന് വെച്ചാൽ n-ൻ്റെ വാല്യൂ 3 എടുത്ത് ചെയ്യണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ n-ൻ്റെ വാല്യൂ 3 എടുക്കണമെങ്കിൽ x1ൻ്റെ വാല്യൂ +0.774 ആയിരിക്കും, x3യുടെ വാല്യൂ -0.774 ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് w1ൻ്റെ w3യുടെ വാല്യൂ 0.55 ആയിരിക്കും, x2ൻ്റെ വാല്യൂ 0 ആയിരിക്കും, w2ൻ്റെ വാല്യൂ 0.888 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ വാല്യൂസ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ എടുത്ത പോലെ ഇതുകൊണ്ടോ x1 എന്നുള്ളത് ഈ വാല്യൂ, ആ വാല്യൂ എടുത്ത് x1 എഴുതുന്നു. x2 എന്നുള്ളത് 3 ആകുമ്പോൾ x2 0 ആണ്, ആ വാല്യൂ എടുത്തെഴുതുന്നു. ഓക്കെ, x3യുടെ വാല്യൂ, x3 എന്ന് വെച്ചാൽ -√3/5 എന്ന് വെച്ചാൽ ഇത് വാല്യൂ, ഇതിൻ്റെ x3 മൈനസ് അല്ലേ, കണ്ടോ n3 വരുമ്പോൾ x3 -√3/5 -0.774 വരും, അതെഴുതുന്നു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് w വാല്യൂസ് നോക്കിക്കേ, w1ഉം x1ഉം x3 ആയത്, അപ്പോൾ ഇത് w1ഉം w3ഉം w1ഉം w3യും 0.555 വരും. നോക്കിക്കേ, w1ഉം w3യും 0.555 വരും. w2ൻ്റെ വാല്യൂ അതാ 0.888 വരും, w2 0.88 വരും. മനസ്സിലായോ? ഇനി നമ്മുടെ ഫംഗ്ഷൻ f(x) = x⁴ + x² ആണ്. അപ്പം ഫസ്റ്റ് നമ്മളിതിനെ x1 x2 x3 ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം f(x1) കണ്ടുപിടിക്കുന്നു. f(x1) എന്ന് വെച്ചാൽ ഈ x-ൻ്റെ സ്ഥാനത്ത് x1 ഇട്ട് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. സോ x1⁴ + x1² വരും. x1ൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അത് ⁴ കൊടുക്കുന്നു. x1ൻ്റെ വാല്യൂ വീണ്ടും എഴുതുന്നു, അത് ⁴ കൊടുക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ f(x1) എന്ന് വെച്ചാൽ 0.96 വരും. ഇത് സം ചെയ്യുമ്പോൾ 0.96 വരും. നമുക്ക് നമ്മുടെ ഫോർമുല എന്തുവാ? നമ്മുടെ ഫോർമുല എന്ന് വെച്ചാൽ w1 × f(x1) ആണ് അല്ലേ? അപ്പോൾ അത് നമ്മൾ w1 × f(x1) കണ്ടുപിടിക്കണം. w1 × f(x1), w1 ഇതാണ് 0.555 × f(x1) 0.96. അപ്പോൾ അതിൻ്റെ വാല്യൂ 0.533 വരും. മനസ്സിലായോ? അങ്ങനെ w1 × f(x1) കിട്ടുന്നു. ഇനിയും അടുത്തത് f(x2) കണ്ടുപിടിക്കുന്നു. f(x2) നേരത്തെ ചെയ്ത പോലെ തന്നെ f(x2), x2ൻ്റെ വാല്യൂ ഏതാ? x-ൻ്റെ വാല്യൂ 0 ആയ. സോ f(x2) കണ്ടുപിടിക്കാൻ 0⁴ + 0⁴² വരും, f(x2) 0 വരും. പിന്നെ w2 എന്ന് വെച്ചാൽ 0.88 × f(x2) 0 കഴിയുമ്പോൾ അത് 0 തന്നെയാണ് കിട്ടുന്നത്. അടുത്ത് f(x3) ചെയ്യുന്നു. f(x3) ചെയ്യുമ്പോഴത്തേക്കും x3⁴ + x3² വരും. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും f(x3)യുടെ വാല്യൂ ഇത് കിട്ടുന്നു. w3 × f(x3) ചെയ്യുമ്പോൾ
ഇത് കിട്ടുന്നു, 0.533 കിട്ടുന്നു. ഇനിയിപ്പോൾ നമുക്ക് മൂന്നും ഇതിൻ്റെയും കിട്ടി. ഇനി അത് സം ചെയ്ത് എഴുതിയാൽ മതി. ആഡിങ് ഇക്വേഷൻ 1 2 3 w1 f of x1 പ്ലസ് w2 f of x2 പ്ലസ് w3 f of x3 ചെയ്യുമ്പോൾ നമുക്ക് ആ മൂന്നെണ്ണത്തിൻ്റെയും കൂടെ സം ചെയ്ത് എഴുതുന്നു. അപ്പോൾ നമുക്ക് 1.066 കിട്ടുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. പിന്നെ നിങ്ങൾക്കത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ചുമ്മാ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി വേണം ചെയ്ത് നോക്കിക്കോ. വെരിഫൈ ചെയ്തപ്പോഴും സാധാരണ നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്ന പോലെ ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ദ ഇൻ്റഗ്രൽ ബൈ ഗോസിയൻ ക്വാഡ്രേച്ചർ -1 to 1 x² dx. ഇതെപ്പോഴും -1 to 1 വരത്തുള്ളൂ ഗോസിയൻ ക്വാഡ്രേച്ചറിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ. ഇപ്പോൾ -1 to 1 x² dx ആണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഇവിടെ എത്ര പോയിന്റ് വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, സാമ്പിളിംഗ് പോയിന്റ്സ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x എന്ന് വെച്ചാൽ x² ആണ്. അപ്പോൾ നമ്മൾ എത്ര സാമ്പിളിംഗ് പോയിന്റ്സ് വെച്ച് ഇത് ചെയ്യണം, എന്നിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല 2n - 1 = 2 എന്നുള്ള ഫോർമുലയാണ് ഉദ്ദേശിക്കുന്നത്. ഈ 2n - 1 = 2 എന്ന് വെച്ചാൽ ഈ 2n - 1 അതാണ് നമ്മുടെ ഫോർമുല. = ഇതിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി ഏതാണോ അതാണ് എഴുതേണ്ടത്. ഇപ്പോൾ ഇവിടെ കണ്ടോ x² ആണ്. അപ്പോൾ x²ൻ്റെ ഹയസ്റ്റ് ഡിഗ്രി x² 2 തന്നെയാണ്. അപ്പോൾ 2n - 1 = 2 എന്ന് എഴുതുന്നു. അപ്പോൾ 2n = 3 വരുന്നു, n = 1.5 വരുന്നു. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1.5 വന്നു. 1.5 എന്ന് പറഞ്ഞ് നമുക്ക് സാമ്പിളിംഗ് പോയിന്റ്സ് എടുക്കാൻ പറ്റത്തില്ല. ഐദർ 1 or 2 അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 1.5 ആയിട്ട് നമുക്ക് അതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് 2 എന്ന് പറഞ്ഞെടുക്കാം. അപ്പോൾ അതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ 2 ആയിട്ട് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആ പ്രോബ്ലം ചെയ്യുന്നു. എന്നിൻ്റെ വാല്യൂ 2 എടുക്കുമ്പം നമ്മൾ എടുക്കേണ്ട വാല്യൂസ് ഏതൊക്കെയാണ്? എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ x1ൻ്റെയും x2ൻ്റെയും വാല്യൂ x1 പ്ലസ് 0.5773, x2ൻ്റെ വാല്യൂ -0.5773 വരും. w1ൻ്റെയും w2ൻ്റെയും വാല്യൂ 1 വരും. ഓക്കെ, അപ്പോൾ ആ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നു. x1ൻ്റെ വാല്യൂ കണ്ടോ 0.5773 വരും, x2ൻ്റെ വാല്യൂ -0.5773 വരും, w1ൻ്റെ w2ൻ്റെ വാല്യൂ 1 വരുന്നു. എന്നിട്ട് f of x² അത് കണ്ടുപിടിക്കുന്നു. അപ്പം ഇത് നമുക്ക് രണ്ട് സാമ്പിളിംഗ് പോയിന്റ്സ് ആയതുകൊണ്ട് x1 x2 മാത്രമേ വരത്തുള്ളൂ. f of x1 എന്ന് വെച്ചാൽ x1² വരുന്നു. അപ്പോൾ x1 ഇതാണ്, അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു. അപ്പോൾ നമുക്ക് 0.333 വരുന്നു. w1 × f of x1 ചെയ്യുന്നു. w1 1 ആണ്, 1 × 0.33 വരുന്നു. അപ്പോൾ 0. ഇത് തന്നെ കിട്ടുന്നു. ഇനി f of x2 ചെയ്യുന്നു. f of x2 എന്ന് വെച്ചാൽ -0.577 അതാണ്, ഇത് ഹോൾ സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് f of x2 ഇത് തന്നെ കിട്ടുന്നു. w2 × f of x2 ചെയ്യുമ്പോൾ w2ൻ്റെ വാല്യൂ 1 ആണ്, 1 × 0.333 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 0. ഈ വാല്യൂ കിട്ടുന്നു. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ 0.66 വരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് -1 to 1 x² dx = 0.6666. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഞാൻ തന്നിരിക്കുന്ന PDF-ൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത്. ഇനി ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്ത് നോക്കണം. തൽക്കാലം ഞാൻ ക്ലാസ്സിൽ ഇത്രയും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് തന്നെ ചോദിക്കണമെന്നൊരു നിർബന്ധമില്ല, ടഫായിട്ടുള്ളതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പം കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, വീഡിയോയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക, പറഞ്ഞുതരാം. കൂടുതൽ സ്പെസിഫൈ ചെയ്ത് എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്ത് കൂടുതലായിട്ട് ക്ലാരിഫിക്കേഷൻ വേണ്ട ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ പറയുക. കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ അത് വീഡിയോ റെക്കോർഡ് ചെയ്തിടാം. ഓക്കെ, താങ്ക് യു.